ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ക്രിസ്മസിൻ്റെ മെയിൻ ഐറ്റമായ പ്ലം കേക്കാണ്. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളതങ്ങ് ഉപേക്ഷിച്ചു. നമ്മൾ അല്ലാതെ നോർമലായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമ്മൾ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സോക്ക് ചെയ്ത് ഒന്ന് റെഡിയായി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ്ഡ് ചെയ്തെടുക്കാം. ഫുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നല്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു 4 ലിറ്റർ വെള്ളമോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ ക്യാരമലിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ 3 കളറ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി, വെളുത്ത മുന്തിരിയാണ് നമ്മൾ ഇതിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈന്തപ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശകലം ബദാമും നട്ട്സും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അവസാനം ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അത് നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് കിടന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് ഈ നമ്മളൊഴിച്ച് വെള്ളം ഒന്ന് നല്ലപോലെ പറ്റി കുറുകി വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മുട്ട അടിക്കുന്നത് ഏകദേശം വെള്ള കളറാകുന്നതാണ് പരുവം. നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കും. നമ്മൾ ക്യാരമൽ ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ക്യാരമൽ നല്ലപോലെ കുറുകി റെഡിയായിട്ട് വന്നിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം. പഞ്ചസാര മുട്ട അടിച്ചെടുത്തതിൻ്റെ അതിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ 4 കിലോ മൈദയാണ് എടുത്തിട്ട് നമുക്കതൊന്ന് അരിച്ച് റെഡിയാക്കി എടുക്കണം. നമുക്ക് മൈദ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് അതിനകത്ത്, ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഗ്രാമ്പൂവും സാരങ്ങൾ ചേർത്ത് പൊടിച്ചെടുത്താണ്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. വാനില എസൻസ് നമ്മളെടുത്ത് വെച്ചിരുന്ന പൊടി നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശകലം വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമ്മൾ ഈ നട്ട്സും നമ്മുടെ ബദാമും ഇട്ട് കൊടുക്കാം. നമുക്ക് അത് നമ്മൾ ക്യാരമലിലിട്ട് സോക്ക് ചെയ്തെടുത്താൽ നട്ട്സും ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ മൈദയിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് അധികം ലൂസും അല്ല, എന്നാൽ അധികം തിക്കും അല്ലാത്തൊരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ ചെമ്പ് ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടച്ച് വെക്കാം. നമ്മൾ ഈ പാത്രത്തിൽ ഓയിൽ തൂത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലം കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അതിന് വിട്ടു പോരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് എയർ ബബിൾസ് വരാൻ വേണ്ടി സാധ്യത കൂടുതലാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലം കേക്കിനൊക്കെ മേളിൽ ഇങ്ങനെ നട്ട്സ് ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് നട്ട്സ് കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 40 മിനിറ്റോളം എടുക്കും ഇത് ബേക്കായി വരാൻ വേണ്ടി. ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കല്ലേ. ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ ഈ പൊങ്ങി വരുന്ന കേക്ക് താന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 40 മിനിറ്റ്, ഏകദേശം ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് വെന്തോ ഇല്ലോ നോക്കാം.
ഓക്കെ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ആ പ്ലം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ബ്ലാക്ക് കളർ കിട്ടിയില്ല. നല്ല ഒരു ബ്ലാക്ക് കളറ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.